ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. കുറ്റിപ്പുറം ബസ് അപകടത്തിന് പ്രധാന കാരണം അമിത വേഗമാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശദമായി വ്യക്തമാക്കിയിരിക്കുന്നത്. വളവുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗപരിധി മണിക്കൂറിൽ 50 കിലോമീറ്റർ ആയിരിക്കെ അപകടത്തിൽപ്പെട്ട ബസ് അതിന്റെ ഇരട്ടിയിലധികം വേഗത്തിലായിരുന്നുവെന്നും സഞ്ചരിച്ചതെന്നാണ് കണ്ടെത്തൽ. അപകട സ്ഥലത്ത് അടുത്തടുത്തായി 2 വളവുകളുണ്ടെന്നും അമിത വേഗത്തിലെത്തിയ ബസ് ആദ്യം വളവ് പിന്നിട്ടെങ്കിലും രണ്ടാമത്തെ വളവ് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. വളവുകളിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗപരിധി മണിക്കൂറിൽ 50 കിലോമീറ്റർ ആയിരിക്കെ അപകടത്തിൽപ്പെട്ട ബസ് അതിന്റെ ഇരട്ടിയിലധികം 100 കിലോമീറ്ററിലേറെ വേഗത്തിലായിരുന്നുവെന്ന് സഞ്ചരിച്ചതെന്നാണ് കണ്ടെത്തൽ. അമിത വേഗം കാരണം മഴയിൽ റോഡിൽ രൂപപ്പെട്ട വെള്ളപ്പാളിയിലൂടെ ടയറുകൾ സഞ്ചരിക്കുന്ന ഹൈഡ്രോപ്ലൈനിംഗ് എന്ന പ്രതിഭാസമുണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ റോഡും ടയറും തമ്മിലുള്ള ഘർഷണം നഷ്ടപ്പെടുകയും ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതോടെയാണ് ബസ് ഡിവൈഡറിലിടിച്ച് അപകടമുണ്ടായത്. അപകടം നടന്ന സമയത്ത് തന്നെ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാർ മൊഴി നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങളും ബസ് വേഗത്തിലായിരുന്നുവെന്നതിന് തെളിവാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈ 26-നാണ് കുറ്റിപ്പുറത്ത് അപകടമുണ്ടായത്. അപകടത്തിൽ 39 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ് ഡ്രൈവറായ ചങ്ങരക്കുളം സ്വദേശി ഷബീറിനെ കുറ്റിപ്പുറം പോലീസ് വീണ്ടും ചോദ്യം ചെയ്യുന്ന ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റുന്ന ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന്റെ തുടർ നടപടികൾ പോലീസ് വേഗത്തിലാക്കും.